ഞങ്ങൾ ഇറ്റലിയിലേക്കുള്ള യാത്ര മധ്യേ നമുക്കൊരു മലയാളിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇറ്റാലിയൻ ബിയർ ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. ഇന്റർലാക്കനിലെ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങളത് ഇറങ്ങാൻ പോവാണ്. ഇനി നേരെ ഹെഡിങ് ടു ഇറ്റലി. അപ്പോൾ ഇറ്റലിയിലേക്കുള്ള ട്രെയിൻ നമ്മളിപ്പോൾ തന്നെ വരും. അപ്പോൾ ഇന്റർലാക്കണിൽ നിന്നാണ് നമുക്ക് ആ ട്രെയിൻ എടുക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം. രാവിലെയാണ് 5:30 ആയിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ അങ്ങോട്ട് ശരിയായില്ല. നല്ല അടിപൊളി, നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥ. അപ്പോൾ ഇനി സ്റ്റേഷനിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഇതേ ഒരാൾ ട്രോളിയൊക്കെ തള്ളിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലഗേജ് എല്ലാം ഞങ്ങൾ ഇവിടെ പുറത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബസ് കാത്ത് നിൽക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ ഇന്റർലാക്കൺ ബസ് സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് 3 ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇന്റർലാക്കൺ ടു സ്പീസ്, പിന്നെ സ്പീസ് ടു മിലാനോ ഇറ്റലി, പിന്നെ മിലാനോ ടു ഫ്ലോറൻസ്, ഇറ്റ്സ് ഫിറൻസിയെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. സ്വിറ്റ്സർലാൻഡിലെ പത്രക്കാരി ഉണ്ടാക്കാണ്. അവർ പത്രം ഇടാൻ വന്നേക്കണാണ്. ഓരോ വീടുകളിൽ കയറി പത്രം ഇടുവാണ്. ഫസ്റ്റ് ട്രെയിനിൽ കയറി ഇരിക്കാണ്ട. അപ്പോൾ ലൈറ്റായിട്ട് ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബ്രെഡും പഴവും കഴിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അങ്ങോട്ട് ഒതുക്കിയിട്ട്. അതിന് മുമ്പ് ഞങ്ങൾ പോന്നപ്പോൾ ചെറിയൊരു നൂഡിൽസ് കഴിച്ചായിരുന്നു രാവിലെ തന്നെ എഴുന്നേറ്റ്. അപ്പോൾ ഇപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ബ്രെഡും കുറച്ച് പഴവും വാങ്ങിച്ച് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടാണ്. അത് ആരുമില്ല ട്രെയിൻ കാലിയാണ്. 7:30ക്കാണ് ട്രെയിൻ എടുക്കുന്നത്. ഇപ്പോൾ സമയം 7:16. ഞങ്ങൾ ഇറ്റലിയിലേക്കുള്ള യാത്ര മധ്യേ നമുക്കൊരു മലയാളിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഇവിടെ സെറ്റിൽഡാണ്, UK സെറ്റിൽഡാണ്. ഇവിടെ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ആളാണ്. പേരെന്തായിരുന്നു? ബിബിൻ. അപ്പോൾ ബിബിനാണ് നമ്മളിവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ സംസാരിക്കാൻ കിട്ടിയ കുറച്ച് സമയത്ത് എൻ്റെ ഒരുപാട് ഡൗട്ടുകൾ പുള്ളി ക്ലിയർ ചെയ്ത് തന്നിട്ടാണ്. ടിക്കറ്റ് പരമായും സ്ഥലങ്ങൾ പരമായും ഒരുപാട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ല പുതിയ സ്ഥലത്ത് വന്ന്. അപ്പോൾ അതെല്ലാം പുള്ളിക്കാരൻ ക്ലിയർ ചെയ്ത് തന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലൂക്കിന് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാ ഇറങ്ങണ ലൂക്ക? ഇതാണോ ഇറങ്ങുന്നത് അല്ലേ? ഇവിടം വരെ. വൗ, നൈസ്. മിലനിലെത്തി. മിലൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ട്രെയിനും കൂടി ഉണ്ട്. അതാണ് ഫ്ലോറൻസിലേക്ക്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ ബോർഡിൽ കാണിക്കും. ഇതുവരെ വന്നിട്ടില്ല. ബോർഡിൽ അപ്ഡേറ്റ്സും വന്നിട്ടില്ല, ട്രെയിനും വന്നിട്ടില്ല. ഈ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പോൾ മിലനിൽ നിന്ന് എടുത്തേ ഉള്ളൂ ട്രെയിൻ. മിലനിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ദൂരമായിട്ടുള്ളൂ. നമുക്കിനിയുണ്ട് ഒരു 1.25 മണിക്കൂർ. ഇനി നമുക്ക് ട്രാവൽ ചെയ്താലേ വെനീസിലെത്തുള്ളൂ, ഫ്ലോറൻസിലെത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷനായി പോകും. ഫ്ലോറൻസാണ് കേട്ടോ. ഇറ്റാലിയൻ പാടശേഖരങ്ങളും കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കൃഷി എന്നൊന്നും അറിയില്ല, പക്ഷേ ഇപ്പോൾ എന്തോ നട്ടിട്ടുണ്ട് അവിടെ. ഇതൊക്കെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. കംപ്ലീറ്റ് ഫോഗാണ്ട്, അതാണ് ക്ലിയർ അല്ലാത്ത. ഇപ്പോൾ സമയം 11:45 രാവിലെ. ഞങ്ങള് ഫ്ലോറൻസിലെത്തി. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇറ്റലി ഫ്ലോറൻസ് അഥവാ ഫിറൻസെ. അപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയ ട്രെയിനാണ് കാണുന്നത്. ഇപ്പോൾ ഈ ട്രെയിനിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. ഇനി നേരെ ടാക്സി പിടിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക്. അപ്പോൾ സ്റ്റേ നമ്മുടെ അക്കോമഡേഷനൊക്കെ എല്ലാം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അഗോഡയിൽ. അപ്പോൾ ഇനി നേരെ റൂമിലേക്ക്. നല്ല തണുപ്പുണ്ട്. തണുപ്പ് അതേപോലെ തന്നെ തണുപ്പ് കൂടിയെന്ന് തോന്നുന്നു. സ്വിറ്റ്സർലാൻഡിലേലും തണുപ്പ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാം എങ്ങനെയാണ് പോകേണ്ടത്. നമ്മുടെ അക്കോമഡേഷൻ്റെ ലൊക്കേഷനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ അതേ ഫ്രണ്ടിൽ തന്നെ ട്രാം സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഇനി ഇവിടെ നിന്ന് മൂവ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. മാഗ്ഡി ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ. കഫേ, പിന്നെ മാഗ്ഡി,
ഇത് ബാറ്റയുടെ ഒരു ഷോറൂം ഉണ്ട് അവിടെ. ആ ബാറ്റ ഇന്ത്യൻ കമ്പനി അല്ല, ബാറ്റ ചെക്ക് കമ്പനി അല്ലേ ഇതിൻ്റെ പുറകിൽ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഫ്ലോറൻസിൽ റൂമിലെത്തി. ഭയങ്കര ചടങ്ങായിരുന്നു ഇവിടുത്തെ പരിപാടികൾ. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യണമായിരുന്നു അല്ലേ, നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യണമായിരുന്നു. ബുക്കല്ല, ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യണം. നമ്മൾ റൂം ഓൾറെഡി അഗോഡയിൽ ബുക്ക് ചെയ്തു, പിന്നെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്കൊരു കോഡ് അയച്ചു തരും. അപ്പോൾ ആ കോഡ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇതിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്താണ് കീ ഉള്ളത്. ഇതൊരു നമ്പർ ലോക്കാണ്, ഭയങ്കര പരിപാടികളാണ്. എന്നിട്ട് ഞാൻ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വലിയൊരു ഡോറ് ഉണ്ട് ഫ്രണ്ടിൽ. ഈ വലിയൊരു ഡോറ് അവർ റിമോട്ട്ലി അവിടെ നിന്ന് ഇവരുടെ ഓഫീസിൽ നിന്ന് കസ്റ്റമർ കെയർ വിളിച്ചപ്പോഴാണ് അവർ ഓപ്പൺ ചെയ്ത് തന്നത്. അപ്പോൾ എൻ്റെ എന്തോ സിസ്റ്റം എറർ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാണിച്ച്, അപ്പോൾ ഇത് റിമോട്ട്ലി അവർ ഓപ്പറേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് തന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഈ ഇതിൻ്റെ കോഡും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അല്ല, നോർമലി നമ്മൾ ചെയ്യുമ്പോൾ അവർ ഇമെയിൽ അയക്കും, പക്ഷേ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇമെയിൽ വന്നില്ല. അപ്പോൾ കുറച്ചധികം നേരം ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും അടിപൊളിയായിരുന്നു, വീട് അടിപൊളിയാണ്. മാമോ ഫ്ലോറൻസ്. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ലഗേജൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ചു. ഫസ്റ്റ് തന്നെ ചെറിയൊരു ഡ്രോയിങ് ഏരിയ, പിന്നെ ടി വി ഉണ്ട്, പിന്നെ എന്താണ് പിയാനോയോ ഇവിടെ പരിപാടിയാണല്ലോ. നല്ല ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ വേണ്ട ഒരാവശ്യമില്ല, ഞാൻ തുറക്കണല്ല. വല്ല പ്രേതവും ഭൂതമൊക്കെ വന്നല്ല അല്ലേ, ആണല്ലോ ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് തുറന്ന് നോക്കാം. ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട് കേട്ടോ നമുക്കിവിടെ. ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നമ്മുടെ കിച്ചണാണ് ഇവിടെ ഉള്ളത് കേട്ടോ. മൈക്രോവേവ് യൂസ് ചെയ്യാം. പിന്നെ ഒരു കെറ്റിലുണ്ട്. പിന്നെ അത്യാവശ്യം സാമാന്യം വലിപ്പമുള്ളൊരു കിച്ചൺ ഉണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിൽ എന്തൊക്കെയുള്ള, ഫ്രിഡ്ജിൽ ഐസ് ഉണ്ട്. പിന്നെ ഒന്നുമില്ല, കാലിയാണ്. അപ്പോൾ ഇതാണ് കിച്ചൺ. പിന്നെ അത് കഴിഞ്ഞ് ഡൈനിങ് ടേബിൾ ഉണ്ട് ഇവിടെ. കൊതുകുണ്ടെന്നുകൊണ്ട് കൊതുകുണ്ടെന്നാണ് അതിന് വേണ്ടി ഒരു ഗുഡ് നൈറ്റ് പോലത്തെ ചെറിയ മാറ്റും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ വരുമ്പോൾ നമ്മുടെ ലോണ്ട്രി, നേരെ ഫ്രണ്ടിൽ ലോണ്ട്രി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ബാത്റൂം. ഇവിടെ ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ ബാത്റൂമിന്. നമുക്കിവിടെ റൂം ചൂടാക്കാൻ വേണ്ടിയുള്ള ഹീറ്ററൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബെഡ്റൂം. നല്ല ബെഡ്റൂമാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇത് ചെറിയ ലോണ്ട്രി ഏരിയ, നമ്മുടെ ലിനനൊക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു ഏരിയ. പിന്നെ അയൺ ബോക്സ് ചെയ്യാൻ പറ്റിയ, അയൺ ചെയ്യാനുള്ള ഇതൊക്കെയുള്ള ഒരു സെറ്റപ്പാണ്. അടിപൊളിയാണ്. ഫ്ലോറൻസിൽ സെൻറ്ററിലാണ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം വന്നാൽ മതി. അവിടെയാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. എന്തായാലും 3 ദിവസം ഉള്ളത് നമ്മുടെ ഇവിടെ കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സ്ഥിരതാമസം നോക്കാൻ പോകണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാങ്ങിച്ച വീടാണെന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ വന്നതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ. ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് കാണണമല്ലോ. ഇവിടുത്തെ എങ്ങനെയാണ് ഇറ്റലിയിലോ വീടുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അവിടെ ഞാൻ ഓപ്പൺ ചെയ്തായിരുന്നു. അത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അത് ഞാനതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ടെറസിൽ. അടിപൊളി കേട്ടോ, നല്ല തണുപ്പുണ്ട് ഇവിടെ. നമ്മൾ സ്വിറ്റ്സർലൻഡ് പോലെ തന്നെ അത്രയും തന്നെ ഏകദേശം അത്രയും തന്നെ തണുപ്പുണ്ട്. രാത്രിയാകുമ്പോൾ ഇതിൽ കൂടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ബെഡ് ഉണ്ടല്ലോ, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ചെറിയൊരു വിസിറ്റർ ബ്രെഡല്ല വിസിറ്റർ ബെഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഫ്ലോറൻസിലെ. റൂമിൽ നിന്ന് ഇറങ്ങി ഇറ്റലി ഫ്ലോറൻസിൽ ഞങ്ങൾ പതിയെ ഒന്ന് നടക്കുക ഇറങ്ങിയേക്കണേട്ടോ. ഇലപൊഴിച്ച് നിൽക്കുന്ന മരങ്ങൾ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇത് ബിൽഡിങ്സ്. പിന്നെ സ്വിറ്റ്സർലൻഡിൽ നമുക്ക് 2 വീലേഴ്സ് ഒന്നും തന്നെയില്ല ഉള്ളത്. ഈ പറഞ്ഞ പോലെ വളരെ ചുരുക്കം 2 വീലേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ഇന്ത്യ പോലെ തന്നെ എല്ലാ ടൈപ്പ് 2 വീലേഴ്സ്, വെസ്പ കണ്ടില്ലേ, വെസ്പയൊക്കെയായിരിക്കണം എല്ലാ വണ്ടികളും, എല്ലാ 2 വീലേഴ്സും, പിന്നെ സൈക്കിള്, പിന്നെ ഇലക്ട്രിക് ബൈക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കേട്ടോ.
ഇറ്റലിയുടെ മണ്ണിലൂടെ ലൂക്ക് മണ്ണ് എവിടെ? ഇറ്റലിയുടെ മണ്ണിലൂടെ, റോഡിലല്ല കേട്ടോ, ഇറ്റലിയുടെ മണ്ണിലൂടെ ലൂക്ക് നടക്കണ്ട. മണ്ണെന്ന് പറയുമ്പോൾ ചാടി മണ്ണിലൂടെ കയറി. ഇറ്റലിയുടെ റോഡ് എന്ന് പറഞ്ഞെങ്കിൽ ലൂക്ക് റോട്ടിൽ കൂടെ തന്നെ നടന്നാനെ. ആ പഴയ ബിൽഡിങ്സ് ഒക്കെ കണ്ട. ആഹാ, ഞങ്ങളെ ഒരു സൂപ്പർ മാർക്കറ്റ് നോക്കി പോകണ്ട, എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയത്. കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ സൂപ്പർ മാർക്കറ്റ്, അവിടെ പോയിട്ട് കുറച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇറ്റലിയിലെ ഫ്ലോറൻസിലെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ നോക്കാം. ഫുഡ് ഐറ്റംസാണ് നമുക്കെല്ലാം ആവശ്യമുള്ളത്. അപ്പോൾ ഒരു ചെറിയ ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ കഴിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഉള്ളതല്ലേ. പിന്നെ കടലില്ലാത്ത സ്ഥലം ഉണ്ടടാ. കടലില്ല, ലൂക്ക് കടല കണ്ടപ്പോൾ കടലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം. ഇറ്റാലിയൻസിൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ. ഹാം, സലാമി, പ്രൊസ്യത്തോ എല്ലാം ഉണ്ട്. പെപ്പറോണി ഉണ്ടല്ലേ, മീറ്റ് ഉണ്ടല്ലോ, മുട്ടയുടെ പിന്നെ ചീസസ് ഉണ്ട്, എല്ലാ ടൈപ്പ് ചീസസും ഉണ്ട് ഇവിടെ. പിന്നെ സാലഡ്സ് ഉണ്ട്, ബിയേഴ്സ്. ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ റൂമിലേക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഇറ്റ്സ് മീ ജിനോ ദ ട്രാവലർ സൈനിങ് ഔട്ട് ഫ്രം ഫ്ലോറൻസ്, ഇറ്റലി.